ദ ലാൻഡ് ട്രാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ക്ലാസ് എന്ന് പറയുന്നത് ഒരു പഠിത്തം എങ്ങനെയാവണം, അതായത് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതിൻ്റെ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ കേട്ടിട്ട് ആയിക്കോട്ടെ, നെറ്റ് ആയിക്കോട്ടെ, സെറ്റ് ആയിക്കോട്ടെ, ഏതൊരു എക്സാമും ഈ എക്സാം എല്ലാം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം. അതായത് നമ്മളുടെ ഡെയിലി കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ വേണം, അതുപോലെ പഠിത്തത്തിൽ നമുക്ക് ശ്രദ്ധ വേണം. ഓക്കെ, അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ക്രാക്ക് ദ ക്ലോക്ക് എന്ന് പറയുന്ന ഒരു ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു കാറ്റഗറി 3 ഫിസിക്കൽ സയൻസ് നമുക്ക് ക്യാച്ച് ചെയ്യുന്നത്, നമ്മൾ പാസ്സാവുന്നത് നമുക്കതിനെ ടൈം മാനേജ്മെൻറ്റ്, ടൈം ഒന്ന് മാനേജ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ അത് ക്യാച്ച് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ കേട്ടറ്റിന് വേണ്ടി മാത്രമല്ല, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ അതിന് വേണ്ടി നന്നായിട്ട് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടൈം മാനേജ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഒന്നുകൂടെ സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഒരു ടൈം മാനേജ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് എന്താണ്, വെൻ ഈസ് യുവർ എക്സാം ഡേറ്റ്? നമ്മുടെ എക്സാം ഡേറ്റ് എന്നാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വയ്ക്കുക. അത് എഴുതി വെക്കുക. എന്ന് തൊട്ട് പഠിച്ചു തുടങ്ങിയാൽ എനിക്ക് ആ ദിവസം അത് തീർക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നേരത്തെ തന്നെ ഒന്ന് എഴുതി തയ്യാറാക്കി വെക്കാം. നെക്സ്റ്റ്, ഹൗ മെനി അവേഴ്സ് ക്യാൻ യു റിയലിസ്റ്റിക്കലി സ്റ്റഡി ഈച്ച് ഡേ? ഓക്കെ, അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് നന്നായിട്ട് എത്ര മണിക്കൂർ പഠിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. കാരണം ഇപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പലരുടെ അവസ്ഥ പല രീതിയിലാണ്. ചിലർ മാരീഡ് ആയിരിക്കും, മാരേജ് കഴിഞ്ഞിട്ടുണ്ടാകും, ചിലർ കുട്ടികളും ഉണ്ടാകും. അപ്പോൾ ഇവരെല്ലാം മാനേജ് ചെയ്യണം, കുടുംബത്തിലെ നമ്മുടെ ഫാമിലി കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യണം, അതിനോടൊപ്പം നമുക്ക് പഠിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ച് വയ്ക്കും. ഓക്കെ, നെക്സ്റ്റ്, ഡു യു പ്രിഫർ സ്റ്റഡി മോർ ഇൻ ദ മോർണിംഗ്, ആഫ്റ്റർനൂൺ ഓർ ഈവനിങ്? അപ്പോൾ ഏത് ടൈമാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? മോർണിംഗ് ആണോ, ആഫ്റ്റർനൂൺ ആണോ, ഈവനിങ് ആണോ എന്നുള്ളത് നമ്മളൊന്ന് എഴുതി മനസ്സിലാക്കി നമ്മൾ ആ നേരത്തെ ചിന്തിച്ച് വെക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, വിച്ച് ടോപ്പിക് ആർ യുവർ സ്ട്രോങ്ങസ്റ്റ്, വിച്ച് നീഡ് മോർ വർക്ക്? അതായത് സ്ട്രോങ്ങസ്റ്റ്, നിങ്ങൾക്ക് ഏറ്റവും ഡീപ്പായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്? അതൊരിക്കലും ജസ്റ്റ് ആ ഒരു എക്സാം ടൈമിൽ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്താൽ മതി. അപ്പോൾ അതിനു വേണ്ടി നേരത്തെ തന്നെ കുറേ ടൈം കളയേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് നമ്മൾ ഏറ്റവും വീക്കായിട്ടുള്ള ഒരു ടോപ്പിക് ഏതാണ്, അതൊക്കെ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് തയ്യാറാക്കി നേരത്തെ തന്നെ വെച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പ്രയോറിറ്റൈസ് വിത്ത് സിലബസ് ആണ്. That is, break down the syllabus into bite-sized topics and rank them by importance and familiarity. Focus on how weightage or toughest topics first, so you are not cramming those last minute. Okay, അപ്പോൾ നമ്മൾ എപ്പോഴും സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കാം. സിലബസ് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ബൈറ്റ് സൈസ്ഡ് ടോപ്പിക്സ് ആയിട്ടൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. എന്നിട്ട് അതിൽ നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, നമ്മൾക്ക് നന്നായിട്ട് അറിയാവുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്, കുറച്ചും കൂടെ ഹൈ വെയിറ്റേജ് ഉള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, പിന്നെ എന്താ ഭയങ്കര ടഫായിട്ടുള്ള പോർഷൻ ഏതൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തരംതിരിച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്യണം. അപ്പോൾ സിലബസ് എപ്പോഴും നമ്മൾ ഏത് എക്സാം ആയിക്കോട്ടെ ഫസ്റ്റ് സിലബസ് പ്രിന്റ് എടുക്കുക. സിലബസിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ടോപ്പിക്സ് മാർക്ക് ചെയ്ത് വെക്കാം, വളരെ ടഫായിട്ടുള്ള മാർക്ക് ചെയ്ത് വെക്കാം, നല്ല വെയിറ്റേജ് ഉള്ള ടോപ്പിക്സ് മാർക്ക് ചെയ്ത് വെക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാർക്ക് ചെയ്ത് വെക്കാം. അങ്ങനെ ഒന്ന് ജസ്റ്റ് ബൈറ്റ് സൈസ്ഡ് ടോപ്പിക്സ് ആയിട്ട് നമ്മൾ ആ സിലബസിനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തെടുക്കാം. ഓക്കെ, നെക്സ്റ്റ്, ക്രിയേറ്റ് എ വിഷ്വൽ ഷെഡ്യൂൾ. Design a daily or weekly timetable that includes study blocks, revision time, mock test, and
breaks. Color code subjects or topics, it's surprisingly motivating when your plan looks organized. Okay, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡെയിലി അല്ലെങ്കിൽ വീക്കിലി നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കണം. ആ ടൈം ടേബിൾ അനുസരിച്ച് തന്നെ നമ്മൾ കറക്റ്റായിട്ട് പോകണം. അപ്പോൾ അതിനകത്ത് ടൈം ടേബിളിൽ സ്റ്റഡി ബ്ലോക്സ് ഉണ്ടാവണം, നമ്മുടെ റിവിഷൻ ടൈം ഉണ്ടാവണം, പിന്നെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവണം, പിന്നെ അതിലും ഇമ്പോർട്ടൻ്റ് ആണ് ബ്രേക്സ്. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, നമ്മൾ അങ്ങനെ പഠിക്കാനും നമുക്ക് പറ്റത്തില്ല. നമ്മുടെ ബ്രെയിനിന് ഒരു ബ്രേക്ക് ആവശ്യമാണ് അല്ലേ. അപ്പോൾ എപ്പോഴും ടൈം ടേബിൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു 15-20 മിനിറ്റ്സ് ബ്രേക്ക് നമ്മൾ എടുത്തിട്ട് അതും കൂടെ ആ ടൈം ടേബിൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ. Okay, practice time-bound mock test. Okay, simulate exam conditions regularly. This improves speed, accuracy, and builds confidence. It also trains you to mentally switch gears between different question types. Okay, അതായത് ഇടയ്ക്ക് നമ്മളൊന്ന് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കത് നമ്മുടെ ടൈം, അതായത് നമുക്ക് എക്സാമിൻ്റെ ടൈമിൽ നല്ല സ്പീഡ് കിട്ടും ചെയ്യാനായിട്ട്. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഈ പഠിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അത്, അതായത് ടൈം മാനേജ്മെൻറ്റിൽ നമ്മൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ടൈം, ആ ഒരു പ്രാക്ടീസ് ടൈം കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ. ഇനി അതുപോലെ സ്റ്റാർട്ട് ആൻഡ് എൻഡ് വിത്ത് റിവിഷൻ. അതായത് എപ്പോഴും നമ്മളൊരു ഡേ തുടങ്ങുമ്പോഴും നമ്മൾ ജസ്റ്റ് റിവൈസ് ചെയ്തിട്ട് തുടങ്ങും. കഴിഞ്ഞ തലേ ദിവസം പഠിച്ചത് എന്താണോ അതൊന്ന് ജസ്റ്റ് ഓർത്ത് നോക്കുക. ഇനി ആ ദിവസത്തിൻ്റെ എൻഡ്, അതായത് ആ ഒരു ഡേ ലാസ്റ്റ് എൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പഠിത്തം കഴിഞ്ഞ് നിങ്ങൾ നിർത്തി ബ്രേക്ക്, ഒരു ദിവസത്തെ പഠിത്തം നിർത്തുമല്ലോ, ആ നിർത്തുന്ന സമയത്ത് നിങ്ങൾ അന്നത്തെ ദിവസം എന്താണോ പഠിച്ചതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ. So dedicate the first 10 minutes of each study session to quickly review what you learned last time, and the last 10 minutes to summarize what you just covered. It cements memory and boosts retention. Okay. Next, neuroscience backed techniques, that is 90 by 20 rule. Study for 90 minutes, then take a 20-minute break. This aligns with your brain's natural focus cycles and boosts memory consolidation. Okay, അപ്പോൾ നമ്മൾ ഒരു 90 മിനിറ്റ്സ് പഠിച്ചാൽ 20 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. സോ നമ്മുടെ ബ്രെയിനിനെ ഒരു മെമ്മറി ബൂസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്. ഓക്കെ. ദെൻ സബ്ജക്ട് ട്രാക്കിംഗ്. Alternate between analytical and creative subject to avoid mental fatigue. അതായത് നമുക്ക് മെൻ്റലി വരുന്ന ഒരു ക്ഷീണം ഉണ്ടാവില്ല പഠിച്ചു കഴിയുമ്പോൾ. നമുക്ക് മെൻ്റലി നമുക്ക് ഒരു ക്ഷീണം പോലെ വരും അല്ല, കുറേ ഇങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ എന്താണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്യൂഷൻ അങ്ങനെയൊക്കെ വരും. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് alternate between analytical and creative subjects. Okay. So for example, follow physics section with a short reading break or a creative task. അപ്പം അങ്ങനെ പഠിച്ച് നമ്മൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും. അപ്പോൾ ഒരു മെൻ്റലി നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫാറ്റീഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. Next, time block. Divide your day into dedicated blocks: study, breaks, meals, revision. This reduces decision fatigue and keep you in control. ഇതൊക്കെ ജസ്റ്റ് ടൈം മാനേജ് ചെയ്യാനുള്ള കുറച്ച് പ്രോസസ്സാണ്. ഇപ്പോൾ ടൈം ബ്ലോക്കിംഗ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതായത് ഒരു ദിവസം നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യുക, പഠിക്കാനുള്ള ടൈം, ബ്രേക്കിനുള്ള ടൈം, ഫുഡ് കഴിക്കാനുള്ള ടൈം, റിവൈസ് ചെയ്യാനുള്ള ടൈം. ഇതൊക്കെ ഒരു നമുക്കൊരു കൺട്രോളിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ സ്ട്രാറ്റജിയാണത്. അതുപോലെ പ്രയോറിറ്റൈസ് വിത്ത് 3-1-2 rule. That is, spend 3 hours on your toughest subject, 1 hour reviewing, and 2 hours on lighter topic. It's a smart way to balance intensity and retention. Okay. അതായത് ഒരു 3 മണിക്കൂർ നമ്മൾ ഭയങ്കര ടഫായിട്ടുള്ള സബ്ജക്റ്റിന് വേണ്ടി നമ്മൾ ചിലവഴിക്കുക. അതുപോലെ ഒരു 1 hour റിവ്യൂ ചെയ്യുക, 2 hours ലൈറ്റർ ടോപ്പിക്സിന് വേണ്ടിയിട്ട് കൊടുക്കുക. ഓക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിനും അതൊരു എന്താ പറയുക, ഓർത്തിരിക്കാനായിട്ടുള്ള ഒരു കൺട്രോൾ, ആ ഒരു മെമ്മറി പവർ കൂട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഇറ്റ്സ് എ സ്മാർട്ട് വേ ടു ബാലൻസ് ഇൻറ്റൻസിറ്റി ആൻഡ് റിട്ടൻഷൻ. സോ അങ്ങനെയും കൂടെ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. The next is digital calendar. Tools like Google Calendar or Outlook help you visualize your week and set reminders for micro tasks. ജസ്റ്റ് നമ്മൾ അലാറംസ് ഒക്കെ വയ്ക്കുമല്ലോ, അപ്പോൾ അതുപോലെയൊക്കെ വെച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരു ഡിജിറ്റൽ ടൂൾസ് വൈസ്ലി യൂസ് ഡിജിറ്റൽ ടൂൾസ് വൈസ്ലി. അതായത് ഇപ്പോൾ apps like Trello, Notion, or even simple phone alarms can help keep your
study flow on track. But beware the scroll trap, stay disciplined about notification. നമ്മൾ അതായത് അലാറം ഒക്കെ വെക്കുമ്പോൾ നമുക്ക് എന്താ നമ്മളുടെ ആ ഒരു സ്റ്റഡി കറക്റ്റ് ഫ്ലോയിൽ വരാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ മറന്നു പോകരുത് ഇന്ന ടൈമിൽ നമ്മൾ പഠിക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ നമ്മൾ ഡെയിലി പഠിക്കുക. അപ്പോൾ പിറ്റേ ദിവസം ആ ടൈമിൽ പഠിക്കാതെ വേറെ ടൈമിലായി പോകരുത് എന്നുള്ളതിനാണ് നമ്മൾ ഈ അലാറം സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഡെയിലി അലാറം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ അലാറം അടിക്കുമ്പോൾ ജസ്റ്റ് സെയിം ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ പഠിക്കാനായിട്ട് ഫോളോ ചെയ്യുക. സോ അങ്ങനെ ചെയ്യുന്നത് ഇറ്റ്സ് വെരി ഗുഡ് ഫോർ യുവർ മെമ്മറി. നമ്മുടെ മെമ്മറി പവർ കൂട്ടാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രോസസ്സാണത്. അപ്പോൾ ആ ഒരു നമുക്കൊരു പങ്ക്ച്വാലിറ്റി അത് പഠിത്തത്തിലും കൂടെ ഒരു പങ്ക്ച്വാലിറ്റി വരുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിലും അതൊരു പങ്ക്ച്വാലിറ്റി വരും. അപ്പോൾ ബ്രെയിനിൽ കാര്യങ്ങൾ കോഡ് ചെയ്യുന്നതിനും സ്റ്റോർ ചെയ്യുന്നതിനും ഒരു പങ്ക്ച്വാലിറ്റി വരും. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഏതൊരു എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇതിപ്പോൾ കാറ്റഗറി 3ക്ക് മാത്രമല്ല ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും നമ്മൾ ഈ ഒരു റൂൾസ് എല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷുവറായിട്ടും ആ ഒരു എക്സാം ക്യാച്ച് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. സോ ഇങ്ങനെയുള്ള ടൈം മാനേജ്മെൻറ്റ് ട്രിക്സ് വീഡിയോ ഇന്നത്തെ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അതുപോലെ അടുത്ത കുറച്ച് ഹാക്സ് ആണ് ഒപ്റ്റിമൈസേഷൻ ഹാക്സ്. ആങ്കർ യുവർ മോർണിംഗ്. യൂസ് the first hour of the day for your most demanding subject. Your brain is at peak alertness then. Okay, അതായത് നമ്മുടെ മോർണിംഗിൽ തന്നെ വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള സബ്ജക്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ എണീക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എണീക്കുന്ന ആ ഒരു ഫ്രഷ്നെസ്സിൽ നമ്മുടെ ബ്രെയിൻ ആ സമയത്ത് വളരെ ഫ്രഷ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആ നേരത്തെ പഠിക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിലേക്ക് അത് പതിയും. ഓക്കെ, അതുപോലെ പൊമോഡോറോ ടെക്നിക്, വർക്ക് ഇൻ 25 minutes sprints with 5 minutes break. It's great for maintaining momentum and avoiding burnouts. Okay, ഇത് ഓരോ ടെക്നിക്സ് ആണ് ഇന്നതുപോലെ പഠിക്കുക എന്നുള്ള രീതിയിൽ. വൈറ്റ് സ്പേസ് ഷെഡ്യൂളിംഗ്. Leave intentional gaps in your timetable for spillovers or spontaneous revision. It keeps your plan flexible and realistic. ഇതെല്ലാം ഓരോ ഹാക്സ് ആണ് ടൈം മാനേജ് ചെയ്യാതെ പഠിക്കാനായിട്ടുള്ള ഹാക്സുകളാണ്. ഇതെല്ലാം നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും താങ്ക്സ്. ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.